ഹലോ! അപ്പോൾ ആദി ചന്ദ്രസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പെട്ടെന്ന് അഖിലേട്ടൻ്റെ അച്ഛൻ, അമ്മ, കല്ലുമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന്. കാരണം അവരും ഒക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടും കുറേയായി. ഇപ്പോൾ ഡാമിക്ക് വന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെ വരികയാണ്. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ അതെങ്കിലും ഒരു കുഞ്ഞ് വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് അവർ വരുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. വീഡിയോസ് നമുക്ക് അവർ വന്നിട്ട് കാണാം. ഓക്കെ, കല്ലനോട് ഹായ്. കല്ല, എത്ര നാളായി കണ്ടിട്ട് അല്ലേ? കഴിഞ്ഞ ആഴ്ച. ഓക്കെ, ഡാമിക്ക് കുറച്ച് ഗ്യാപ്പായില്ലേ? അന്നത്തെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യെസ്, ഒരു മാസത്തോളം. എന്താണ് നിന്റെ വിശേഷം? നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിങ്ങളെയൊക്കെ മിസ് ചെയ്യണൂന്ന്. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യണു പറഞ്ഞു. എത്ര മാസങ്ങൾക്ക് ശേഷം? 40 ദിവസമോ? ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിക്കും 2 മാസത്തിന് ശേഷമാണ്. എല്ലാവരും അല്ലേ? യെസ്. അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ ഇനി ഇടുവോ എന്നൊക്കെ പറ. ഇനി മുതൽ വീഡിയോ ഇടും. ഫസ്റ്റ് ഷോട്ട് പറ. എന്താണ് ഫസ്റ്റ് നമ്മള് സ്മൂത്ത്നെസ് ഓവർലോഡ് ആവണം. അങ്ങനത്തെ ഒക്കെയാണ് ഫസ്റ്റ് ഷോട്ട്. റെഡിയാക്കി ക്യാമറ എടുക്കടാ. വീഡിയോ നേരെ അഭിനയിച്ചിട്ട് കാറ് വന്ന് മേലെ ഇരിക്കുന്നത്. എവിടെ പോടാ? തിരിയൊക്കെ സുഖൈസ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. കല്ല, അഖിലേട്ടാ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങളെയൊക്കെ തപ്പുണ്ടായിരുന്നു. നമ്മളിനി വീഡിയോസൊക്കെ ഇടുന്നത് കാത്തിരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വൈകാണ്ടിനി അതെ വന്നുകൊണ്ടിരിക്കുന്നു. മെല്ലെ മെല്ലെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരിന്നിപ്പം സൺഡേ ആയപ്പോൾ പെട്ടെന്ന് വന്നു. ഇന്നപ്പോൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ലേ കല്ല, അപ്പം നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് നമ്മൾ കാണുന്നത്? കാണാം. യെസ്. അപ്പം നമ്മൾക്ക് അങ്ങനെ വീഡിയോസ് എടുക്കും. ഇന്ന് നമ്മൾ എടുത്തു കേട്ടോ കുറച്ച് വീഡിയോസ്. ആ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. യെസ്. ബൈ കല. സീ യു. ബൈ. അവരങ്ങനെ പോയി. പിന്നെ ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വന്ന ഫോട്ടോ ഫ്രെയിമാണ്. നമ്മളത് ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാളിൽ തന്നെ വെച്ചു. പിന്നെ നമ്മൾ മിയേനെ താഴോട്ട് മാറ്റി. മിയ മുകളിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൂടൊക്കെ ഇപ്പം പണിതിട്ട് താഴോട്ടാക്കി. അപ്പോൾ അവളുടെ ബഹളങ്ങളെങ്കിലും കേൾക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മിയേനെ താഴെ തന്നെ കൂടാക്കിയിട്ട് ഇപ്പം അവൾ താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അങ്ങോട്ട് ഓടൽ ഇങ്ങോട്ട് ഓടൽ അതൊക്കെയാണ്. അപ്പം എന്തോ ഒരു പരിപാടി ചെയ്തിട്ട് അതിൻ്റെ ചീത്ത പറയുകയാണ് അവൻ. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇപ്പം പുറത്തായതുകൊണ്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോരോ സമയം പോകാനായിട്ട് അങ്ങനെ ഇന്ന് ഞാനും അമ്മയും കൂടെ രാവിലെ വറ്റലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വറ്റൽ എന്ന് പറയുമ്പോൾ കൊണ്ടാട്ടം, അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സമയം പോകാൻ ഓരോരോ പരിപാടികൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കുറച്ച് ആ ഒരു വീഡിയോൻ്റെയും ചെറിയ ഭാഗം ഞാൻ എടുത്തു വെച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇത് അരിവറ്റലല്ല, ഉണ്ണിത്തണ്ട് വറ്റൽ എന്ന് പറയും. അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളുടെ അരിയും അതുപോലെ തന്നെ കായം, ജീരകം, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഈ ഉണ്ണിത്തണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചരി തിളപ്പിച്ച് അതിലിതെല്ലാം കൂടെ ഇട്ട് കുറുക്കിയെടുത്തിട്ട് നമ്മൾ ചെയ്യണതാണ്. അത് ആറിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഒന്നില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ നീളത്തിലൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ടയൊക്കെ ആക്കിയിട്ട് ചെയ്യാം.
സോ ഞാനത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ആദ്യമായിട്ട് ചെയ്യണത് കൊണ്ട് ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞതും എനിക്ക് കിട്ടി. അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ അത് ഭയങ്കര ടൈം എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ഉണ്ടയായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതും പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഭയങ്കര ഡിലേ ആണെന്ന് കണ്ടപ്പോൾ പിന്നെ ലാസ്റ്റ് അമ്മ തന്നെയായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളങ്ങനെ അവസാനം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഏകദേശം കഴിയാനായി. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയൊക്കെ എടുക്കാൻ കുറച്ച് ടൈം ആവുമല്ലോ. സോ നമ്മുടെ അന്നത്തെ ഈവനിങ്ങിന് നമുക്ക് വല്യമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതപ്പം നൈറ്റ് അതായിരുന്നു നമ്മുടെ ഫുഡ്. അതിൽ ചെറിയൊരു എഗ് കറിയും കൂടെ വെച്ചു. സോ പെട്ടെന്ന് അവർ വരുന്നത് കൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് വേറെ ഒന്നും നമ്മൾക്ക് ആഡ് ചെയ്യാനില്ല. പിന്നെ ഇപ്പം നമ്മൾ വീഡിയോസും എടുക്കുന്നില്ല. സോ എന്തെങ്കിലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.